ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് താമരക്കുളത്തു നിന്നും. നമസ്കാരം ശ്രീ ഷാജി. മണിക്കൂറുകൾ പിന്നിട്ട് വിലാപയാത്ര VS ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഓർമ്മകൾ, VSുമായി ബന്ധമുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത്? ഞാന് മുഖ്യമന്ത്രിയായിട്ട് 2008 ഇരിക്കുമ്പോൾ ഞാനും അന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ N. രാമകൃഷ്ണൻ നായർ, സതീശൻ സാറ്, പിന്നെ ചേർത്തല ആലപ്പുഴയുള്ള 2 സഹാക്കളുമായിട്ട് എന്റെ വണ്ടിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അവിടെ അകത്ത് സംസാരിച്ചിട്ട് വെളിയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ കൂടെ VS ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹാളിൽ കസേരയിലിരിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് രാമകൃഷ്ണൻ നായർ എന്നെ പരിചയപ്പെടുത്തി, ഇത് ഷാജിയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത ആളും വിശ്വസ്തനുമാണ്. അന്ന് ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ തോളെ കൈയിട്ട് എന്തെടുക്കുന്നു, എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ ഗൾഫിൽ നിന്ന് ജീവി വന്ന സമയമാണ്. ഞാൻ പാർട്ടി സാറാണ്. ഞാൻ റേഷൻ എംപ്ലോയീസിന്റെയും CITയുടെയും പ്രവാസികളുടെയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആണ്. ഇപ്പൊ ഞാൻ എന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ആശ്രമ മെഡിസിറ്റിയിലാണ്. ഇല്ലെങ്കിൽ ഈ ജനലക്ഷങ്ങളിൽ ഒരു തുള്ളിയായി ഞാനും ഇന്നലെ മുതൽ കണ്ടേനെ. അത് കാണാൻ പറ്റാത്ത എനിക്കൊരു വലിയ വിഷമമാണ്. അദ്ദേഹത്തിന് അവസാനമായിട്ട് നോക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ 24 മണിക്കൂർ TV മുമ്പിലുണ്ട്. ഞങ്ങളുടെ TV മുമ്പിലാണ് കൂടുതൽ നല്ല രീതിയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പോരാളിയായിരുന്നു. അദ്ദേഹത്തിനെ എങ്ങനെ വർണ്ണിക്കാൻ പറഞ്ഞില്ല. എല്ലാ പാവങ്ങളുടെ കൂടെ അതിനുള്ളൊരു ഉദാഹരണമാണല്ലോ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് നേതാക്കൾക്കും, ഞാൻ ആരെയും മറ്റ് മരണപ്പെട്ട ഒരു മുഖ്യമന്ത്രിമാർക്കും കിട്ടാത്ത ഒരു ജനലക്ഷങ്ങളുടെ ആദരാഞ്ജലിയാണ് ഇപ്പൊ അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും മരിക്കില്ല. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ചങ്കിലും അദ്ദേഹം എന്നും ഉണ്ടാവും. പാവങ്ങളുടെ തേരാളിയായിരുന്നു. പാവപ്പെട്ടവരുടെ തേരാളിയും പോരാളിയായിരുന്നു അദ്ദേഹം. ഈ നിമിഷത്തിൽ എനിക്ക് വളരെ വളരെ സങ്കടമുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റാത്തതിനകത്ത് വളരെ നഷ്ടമാണ്. വളരെ നഷ്ടം വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത നഷ്ടമാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയുള്ളൂ എനിക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാൻ. കൂടുതൽ എന്ത് പറയാനാണ്? ജനങ്ങൾക്കറിയാം, നാടിനറിയാം, എല്ലാവർക്കും അറിയാം. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളൂ മാഡം, എന്താ ചെയ്യാ, ഞങ്ങളുടെയൊക്കെ ഒരു നേതാവായിരുന്നു. നന്ദി ശ്രീ ഷാജി. എല്ലാ പ്രേക്ഷകരും വികാരനിർഭരമായാണ് പ്രേക്ഷകരോട് പ്രതികരിക്കുന്നത്. നേരിട്ട് VS എന്ന ജനകീയ നേതാവിനെ കാണാൻ കഴിയാത്തവർ കേരള വിഷൻ ന്യൂസിലൂടെ അടക്കമുള്ള മാധ്യമങ്ങൾ വഴി ഈ വിലാപയാത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം കേരളം ഒന്നടങ്കം VS എന്ന നേതാവിനെ യാത്ര അയക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്ര തോട്ടപ്പള്ളി പിന്നിട്ടിരിക്കുകയാണ്. ഇനി പുറക്കാടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് VS. ആലപ്പുഴയിൽ നിന്നും കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, തോട്ടപ്പള്ളി പിന്നിട്ടിരിക്കുകയാണ് VS. ഇനി മണിക്കൂറുകൾക്കകം തന്നെ പുന്നപ്രയിലേക്ക് VS എത്തിച്ചേരും. ഇപ്പോഴും നീണ്ട നിര തന്നെയാണോ അവിടെ കാണാൻ കഴിയുന്നത്? യാത്ര ഇങ്ങോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ. കൂടുതൽ കഴിഞ്ഞ ദിവസത്തെക്കാളും കൂടുതൽ വേഗത്തിൽ, അല്ലെങ്കിൽ വിലാപയാത്ര തുടങ്ങിയ സമയത്തെക്കാളും കുറച്ചുകൂടി വേഗത്തിലാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വൈകിട്ടാണ് 4 മണിയാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു കാലതാമസം അതിനെയും ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പല സ്ഥലങ്ങളും മാറ്റി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നിർത്താതെ വീണ്ടും ഈ ഒരു വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കിലാണ് ഇപ്പോൾ ഈ ഒരു വിലാപയാത്ര എന്നുള്ളതും കൂടെ ഉണ്ട്. ഈ നിരവധി ജനങ്ങൾ വേലിക്കകത്തെ വീട്ടിലേക്കും കാണാൻ വേണ്ടി VSനെ കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളടക്കം
ഇവിടെയുണ്ട്. കുട്ടികളുടെ പ്രതികരണങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഇനി VS-നെ ഒന്ന് കണ്ടിട്ട് പോകാനായി നിരവധി ആളുകൾ ഈ ഒരു നിമിഷം പോലും എത്തിച്ചെന്നുകൊണ്ടിരിക്കുന്നു. പല ഘട്ടങ്ങളിലും ഈ നീണ്ട നിരയുടെ പല ഭാഗങ്ങളിലും സംഘർഷാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയൊരു സാഹചര്യമൊക്കെയുണ്ട്. അതൊക്കെ കൃത്യമായി ക്രമീകരിച്ച് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ച് പോലീസും റെഡ് വോളണ്ടിയർമാരും തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. നേതാക്കളടക്കം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൃഷിമന്ത്രി P. പ്രസാദ് അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CPM നേതാവ് P. സരിൻ ഒക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലും നേതാക്കളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പോലീസുകാരടക്കം കൃത്യമായ ക്രമീകരണങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും നമുക്ക് നിരവധി നമ്മൾ കണ്ട പ്രതികരണങ്ങളടക്കം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ ഒരു VS ജനങ്ങൾക്ക് എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ചേച്ചി പാലക്കാട് ജില്ല, പാലക്കാട് നിന്ന് വരികയാണ്. എപ്പോൾ എത്തി? ഇന്ന് പുലർച്ചെ എത്തിയതാണ്. അപ്പം ഇതറിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോയായിരുന്നു? ഇല്ല, നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇനി സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് അല്ല, ഇവിടുന്ന് പോകും. എങ്ങനെ ഓർക്കുന്നു VS പാലക്കാട് VS-ന്റെ തട്ടകമാണ്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് വന്നതാണ്. ചെറുപ്പകാലത്തൊക്കെ VS-ന്റെ ആ സമരങ്ങളൊക്കെ തന്നെ കണ്ട് കേട്ട് വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇപ്പം ഈ ഒരു സമയത്തേക്ക് സങ്കടമാണെന്നറിയാം, എന്നാലും ഈ ഒരു സമയത്ത് എന്താണ് അതിന് VS-ന്റെ സമര ഊർജം മുന്നിൽ നമുക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ ഊർജം ഏറ്റെടുത്ത് ഇവിടുന്ന് മടങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും VS എല്ലാ കാലത്തും ഊർജ്ജസ്വലനായ ഒരു സമര പോരാളി തന്നെയായിരുന്നു. ആ VS-ന്റെ ആ ഊർജം ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള വരും കാലം ജീവിക്കാനാണ് തങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന ഒരു ചേച്ചിയടക്കം. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീമതി സവിത, ജനകീയ നേതാവ് വിടവാങ്ങുകയാണ്. എന്തോർമ്മകളാണ് VS എന്ന സമരനായകനെ കുറിച്ച് പങ്കുവെക്കാനുള്ളത്? അതെ മാഡം, എനിക്ക് 2009 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയം എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രദ്ധയോടെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നിരുന്നു. അതിൽ ആ നല്ല മനസ്സിന് നന്ദി പറയാൻ വിളിച്ചതാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് സവിതാ സുകുമാരൻ നായർ. നന്ദി ശ്രീമതി സവിത. ഓരോ പ്രേക്ഷകർക്കും ഓരോ ജനങ്ങൾക്കും പങ്കുവെക്കാനുള്ളത് VS എന്ന മഹാനേതാവിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. തങ്ങൾക്ക് ചെയ്തു തന്ന ഓരോ ഉപകാരങ്ങളും സ്മരിക്കുകയാണ് ഓരോരുത്തരും. അത് കേരള വിഷൻ ന്യൂസിലൂടെ അവർ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ വേലിക്കകത്തെ വീട്ടിലെ കാഴ്ചകളടക്കം ദൃശ്യങ്ങൾ കണ്ണിലൂടെ കണ്ടതാണ്. ചുവന്ന റോസാപ്പുമായി തങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്നും. നമസ്കാരം ശ്രീ അഫ്സൽ. VS എന്ന നേതാവ് വിടവാങ്ങുകയാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? നമസ്കാരം. ഞാൻ VS-നെ കുറിച്ച് ഓർമ്മകളെക്കാളും ഇപ്പൊ ഞാൻ കാണുന്നത്, ഇപ്പം കൺമുൻപിൽ 2 ദിവസമായിട്ട് കാണുന്ന പല വികാരങ്ങളും, ആ ഒരു വലിയൊരു നേതാവിനെ, ആ വലിയൊരു മനുഷ്യനെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിലവിലിപ്പം 2 ദിവസമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായാലും ചെറിയ കുട്ടികളായാലും ഈ പറഞ്ഞ പോലെ അച്ചുമാമൻ, നമ്മുടെ മുത്തച്ഛൻ, നമ്മുടെ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞു ഒരു വികാരമായിട്ട് വളരെ ഹൃദയത്തോട് അടുത്തു വെച്ചൊരു നേതാവ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളൊരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് വളരെ സംശയമുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരള ജനതയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇനിയൊരു VS എന്നൊരു നേതാവോ ഒരു മനുഷ്യനോ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വലിയൊരു മനസ്സിനും വലിയൊരു മനുഷ്യനും ഒരു നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നന്ദി ശ്രീ അഫ്സൽ. എല്ലാവരും പറയുന്നതും അത് തന്നെയാണ്. VS എന്ന സമരനായകനെ കുറിച്ച് പ്രായഭേദമന്യേ ഇപ്പോഴുള്ള കുട്ടികളടക്കം VS എന്ന
നേതാവിനെ കാണാൻ ആവേശത്തോടെ എത്തുന്നുണ്ടെങ്കിൽ ആരായിരുന്നു VS എന്നത് ഇനി വിവരിക്കേണ്ട ആവശ്യമില്ല. VS എന്ന സമരനായകൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കുട്ടികളടക്കം വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് അതിന് തെളിവ് തന്നെയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നതിനപ്പുറം ആലപ്പുഴയിലെ ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി മാറിയ VSന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതം നമ്മുടെ നാടിൻ്റെ സമര പോരാട്ടങ്ങളുടെ കൂടി ചരിത്രമാണ്. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും VSനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്കാക്കിയിട്ടില്ല. കണ്ണേ കരളേ എന്ന് വിളിച്ച് കൂടെ നിന്നിട്ടേയുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ അബു. VS എന്ന മഹാനേതാവ് വിടവാങ്ങുകയാണ്. എന്താണ് VS എന്ന രണ്ടക്ഷരത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ട VSന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട VS, ആ VSന്റെ നാമധേയം തന്നെ വിശ്വസ്തനായിരുന്നു സഖാവ് എന്ന പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. VS എന്നതിന്റെ ഫുൾ ഫോം തന്നെ വിശ്വസ്തനായിരുന്നു സഖാവ് എന്ന് പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. കോതമംഗലം മാർ ബസേലിയസ് ഹോസ്പിറ്റലിലേക്ക് നടന്ന 114 ദിവസത്തോളം നീണ്ടു നിന്ന നഴ്സുമാരുടെ ആ മാലാഖമാരുടെ സമര പോരാട്ടത്തിൽ 100% പ്രിയപ്പെട്ട VS സമരവീര്യവുമായി കടന്നു വരികയും കോതമംഗലത്ത് കടന്നു വന്ന് ആ അവകാശ സമര പോരാട്ടത്തിന് അസ്തമയം കുറിച്ച് ആ പ്രിയപ്പെട്ട നഴ്സുമാർക്ക് അവരുടെ അർഹതയ്ക്കുള്ള അവകാശ പോരാട്ടത്തിൽ ധീരോജ്വലമായ നിലപാട് സ്വീകരിച്ച് കോതമംഗലത്ത് ആ സമര പോരാട്ടത്തിന് അസ്തമയം കുറിച്ച ഒരു മഹാനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട VS. ഒരുപാട് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രിയപ്പെട്ട ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്കും ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ തുടച്ചു നീക്കുവാൻ കഴിഞ്ഞ, പ്രതിപക്ഷത്താണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തായിരിക്കുമ്പോഴും എല്ലാം വളരെ നിസ്വാർത്ഥമായ സേവനം ജനങ്ങളോട് കാണിച്ച്, ഈ കേരളക്കരയോട് കാണിച്ച് പൊതുജനങ്ങളോട് സമർപ്പിച്ച വ്യക്തിത്വത്തിനുടമയാണ്. എറണാകുളം ജില്ലയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ പ്രിയപ്പെട്ട VSന്റെ കയ്യൊപ്പ് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട VSന്, ആ VSന്റെ കുടുംബവും രാഷ്ട്രീയ മേഖലയും പൊതുജനങ്ങളും രേഖപ്പെടുത്തുന്ന ആ ദുഃഖത്തിൽ ഈ എളിയവന്റെ ദുഃഖവും രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു, ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. അബു, മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ കരുണാകരൻ. VS എന്ന നേതാവിന് വിട ചൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളം. ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS എത്തുകയാണ്. എന്തെല്ലാം ഓർമ്മകളാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനുള്ള, ഇത്രയും നല്ലൊരു പടനായകൻ ഇനിയും ഈ ഭൂമിയിൽ ജനിക്കാനുമില്ല. ജനിച്ചതിൽ ഏറ്റവും നല്ലൊരു പടനായകനാണ്. പാവങ്ങളെയും ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാവരെയും നല്ല രീതിയിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന, അതായത് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് മലയോര മേഖലയിലെ ഹൈവേയിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും മതികെട്ടാഞ്ചോല എന്നിവിടങ്ങളിൽ കയറിയിറങ്ങി എല്ലാ പ്രദേശവും കണ്ട് വീക്ഷിച്ച് നല്ലൊരു തീരുമാനമെടുത്ത ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഓരോ പ്രേക്ഷകരും കേരള വിഷൻ ന്യൂസിലൂടെ VS എന്ന നേതാവിനെ ഓർക്കുകയാണ്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നലെ മുതൽ കേരള വിഷൻ ന്യൂസിലേക്ക് നിരവധി പ്രതികരണങ്ങളാണ് നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് ജനകീയ നേതാവിൻ്റെ VS എന്ന രണ്ടക്ഷരത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹം ആരായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവായിരുന്നു ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ.
ഒരു നോക്ക് കാണാൻ ആലപ്പുഴയിലേക്കോ തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ എത്താൻ സാധിക്കാത്ത ജനങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ വിലാപയാത്ര പുറക്കാട് പിന്നിട്ട് അമ്പലപ്പുഴയിലേക്ക് കടക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവിടേക്ക് VS എത്തുന്നത് കാത്ത് തൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളടക്കം സമരാണികളും കാത്തു നിൽക്കുകയാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ. വഴിനീളെ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് റോസാപ്പൂക്കൾ അർപ്പിച്ച് തങ്ങളുടെ VSന് യാത്രാമൊഴി നൽകുകയാണ്. വഴിയോരങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്ന ഈ ജനക്കൂട്ടം ആരായിരുന്നു VS എന്നതിൻ്റെ തെളിവാണ്. VS എന്ന സമരനായകനെ എങ്ങനെയാണ് ജനങ്ങൾ ഓർക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണത്. ഇനിയും അമ്പലപ്പുഴ പിന്നിട്ട് വണ്ടാനം പിന്നിട്ട് പുന്നപ്രയിലേക്ക് എത്തേണ്ടതുണ്ട്. വഴിനീളെ VSനെ കാണാൻ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. കൊല്ലത്തു നിന്നും മറ്റൊരു പ്രേക്ഷക നമ്മളോട് ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുജ. VS കൊല്ലം പിന്നിട്ട് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലേക്ക് എത്തുകയാണ് VS എന്ന നേതാവ്. എന്താണ് നിങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് VS എന്ന ജനകീയ നേതാവിനെ കുറിച്ച്? ഓരോ പ്രേക്ഷകരും തങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം ശ്രീ സുജ. VS എന്ന നേതാവ് മടങ്ങുകയാണ്. എന്തോർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്? ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാണ്. പാർട്ടിക്കൊന്നും പോയില്ലേലും എനിക്ക് ആ പാർട്ടി വലിയ ഇഷ്ടമാണ്. പാർട്ടിയെ ഇഷ്ടമാണ്. VSനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ മരണവാർത്ത അറിഞ്ഞ നേരം തൊട്ട് വലിയ ദുഃഖമാണ്. ഞാനും എന്റെ കുടുംബവും വലിയ ദുഃഖത്തിലാണ്. എന്താ പറയണോന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ആ ദുഃഖ വാർത്ത അറിഞ്ഞ് ഇന്നലെ തൊട്ട് TV-യിൽ കണ്ടോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വന്നൊന്ന് കാണാൻ ഒക്കാത്തതിൽ വലിയ ദുഃഖമുണ്ട്. എനിക്ക് തോനെ പറയാനൊന്നും വാക്കുകളില്ല. ശരി, നന്ദി ശ്രീമതി സുജ. ഓരോ പ്രേക്ഷകരും തങ്ങൾക്ക് പ്രിയ നേതാവിനെ കാണാൻ കഴിയാത്തതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്, അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വഴിനീളെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആയിരങ്ങൾക്ക് പുറമെ കേരള വിഷൻ ന്യൂസിലൂടെ അടക്കം VS എന്ന നേതാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എത്താൻ കഴിയാതെ ഓരോ പ്രേക്ഷകരും കേരള വിഷൻ ന്യൂസിലൂടെ തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രേക്ഷകരും കേരള വിഷൻ ന്യൂസിലൂടെ VS എന്ന നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്.